Audio Jungle. Audio Jungle. നമ്മൾ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ 197 പേജ് വരെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണുള്ളത്. നമ്മൾ 202 പേജിലെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുകയാണ്. എടാ 202 പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എന്താണ് 202 പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 meter longer than the other side. Its area is 42 square meter. What are the length of its side? എടാ ഒരു റെക്ടാംഗിൾ ഉണ്ട്. ഒരു റെക്ടാംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ലെങ്തും ഉണ്ട്, എന്താ ഉണ്ടാ ബ്രെത്തും ഉണ്ട്. ഇത് ലെങ്ത് ആണെങ്കിൽ എന്തായിരിക്കും? ബ്രെത്ത് ആയിരിക്കും. നീളവും വീതിയും. ഒരു ദീർഘചതുരത്തിന്റെ ഒരു വശം മറ്റൊരു വശത്തേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. എടാ നീളവും വീതിയും എടുക്കുമ്പോൾ ലെങ്തും ബ്രെത്തും എടുക്കുമ്പോൾ ഏതവനാടാ കൂടുതൽ? എടാ ലെങ്ത് അല്ലേടാ. അത് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമുണ്ടോ? അപ്പൊ മറ്റേവരെ നമുക്ക് അറിയാവോടാ? ഇല്ല. അറിയാൻ പറ്റൂ? ഇല്ല. അപ്പൊ അറിഞ്ഞൂടാത്തവനെ നമ്മൾ ലെറ്റ് എന്നിട്ട് കൊടുക്കുക. ലെറ്റ് ബ്രെത്ത് അല്ലെ, ബി ബ്രെത്ത് എന്ന് കൊടുക്കാം. ബി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കൊടുക്കാം? എക്സ് ആയിട്ട് കൊടുക്കാം. സോ ലെങ്ത് അല്ലെങ്കിൽ എൽ എത്ര ആയിരിക്കും? x+2 ആയിരിക്കും. 2 മീറ്റർ കൂടുതലാണ്. പിന്നെ നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ട്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് പറഞ്ഞിട്ടുണ്ട് അല്ലേടാ. പരപ്പളവ് പറഞ്ഞിട്ടുണ്ട്. എന്തുവാടാ പരപ്പളവ് എന്ന് പറഞ്ഞാല്? ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ്. അത് എത്രയാണ്? 48 സ്ക്വയർ സെന്റിമീറ്റർ ആണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സ്ക്വയർ സെന്റിമീറ്റർ ആണോ? സ്ക്വയർ മീറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പം സെന്റിമീറ്റർ സ്ക്വയർ അല്ല, മീറ്റർ സ്ക്വയർ ആണ്. എന്താണ്? മീറ്റർ സ്ക്വയർ. എന്തുവാടാ ലെങ്ത് ഇൻറ്റു ബ്രെത്ത്? എല്ലിന് വരെ എന്താ കൊടുക്കാം? എക്സ് കൊടുക്കുക. ബ്രെത്തിന് വരെ എന്താ കൊടുക്കുക? x+2 കൊടുക്കുക. ഇസിക്കൽ ടു 48. എടാ എക്സ് ഇൻറ്റു എക്സ് എക്സ് ഇൻറ്റു 2, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസിക്കൽ എന്താണ്? 48. എന്താണ്? 48. ഇനി നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 2x ഈ പ്ലസ് ഇപ്പുറം കിടക്കുന്ന 48 ഇപ്പുറം കൊണ്ടുവരണം. അപ്പൊ എന്തായാലും -48 ഈസിക്കൽ എന്താണ്? 0. എടാ നോക്കടാ, നമ്മള് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പഠിച്ചില്ലേടാ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം എഴുതിത്തരാം. എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാല് ax² പ്ലസ് bx പ്ലസ് c ഇസിക്കൽ ടു 0. അങ്ങനെയാണെങ്കിൽ x ഇസിക്കൽ ഇക്വേഷൻ പറയടാ മോനെ. -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡ് ബൈ എന്താണ്? 2a. എന്തായാലും ഇത് പഠിച്ചേ പറ്റൂ. സെറ്റ് ഇക്വേഷൻ ആണ്. ഇത് പഠിച്ചെടുത്തേ പറ്റൂ. ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ നീ പഠിച്ചോളാം. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ x² കൂടെ കിടക്കുന്നുണ്ട്. ബി എന്ന് വെച്ചാൽ എക്സിന്റെ കൂടെ കിടക്കുന്നുണ്ട്. സി എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ, അവൻ എക്സിന്റെ കൂടെ ഒന്നും ഇല്ല. 2a. ഇതിൽ നമ്മൾ √b² മൈനസ് 4ac പറ്റി വിശദമായിട്ടൊന്നും പഠിക്കണ്ട. നമുക്കറിയാം നമ്മൾ ഇവനെ പറയുന്ന പേരെന്തുവാടാ? ഡിസ്ക്രിമിനന്റ് എന്ന് പറയും, അല്ലെങ്കിൽ വിവേചകം എന്ന് പറയില്ലേ. ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ എന്താ പറയണ? വിവേചകം മലയാളത്തിൽ പറയാം. നമ്മൾ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. നമുക്കിപ്പോൾ അവൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവരെ ചെയ്യാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റൂടാ? ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇത് 2 രീതി ചെയ്യാം. ഞാൻ 2 രീതിയിൽ ഞാൻ ചെയ്തിട്ട് വരാം. ഫസ്റ്റ് മെത്തേഡ് ഞാൻ ഇത് ഉപയോഗിച്ച് ചെയ്യാം. എടാ നമുക്കറിയാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരൂടാ? -48 വരൂടാ. എടാ ആഡ് ചെയ്യുമ്പോൾ എന്താ വരൂടാ? +2 വരൂടാ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -48 വേണം, ആഡ് ചെയ്യുമ്പോൾ +2 വേണം. എടാ 48 വരുന്ന ഏതൊക്കെ ഉണ്ടടാ? 12 × 4 48. പക്ഷെ 12 4 ആഡ് ചെയ്തുള്ള സബ്സ്ട്രാക്ട് ചെയ്തുള്ള 2 വരത്തില്ല. എടാ പിന്നെ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള സാധനം 6 × 8 48. ശരിയല്ലേടാ? എടാ 6 × 48, 6 8 കൂട്ടി എത്രടാ? 14. പക്ഷെ 6 ഒട്ടും സബ്സ്ട്രാക്ട് ചെയ്ത 2 വരുന്നുണ്ടല്ലോടാ. അപ്പം ഒരെണ്ണം മൈനസ് ആണ്, ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ആണ്. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ 2ന്റെ സൈൻ എക്സിന്റെ കൂടുതലുള്ള സൈൻ പ്ലസ് ആണ്. അതിൻ്റെ അർത്ഥം വലിയവനാണ് മൈനസ്, അല്ല വലിയവനാണ് പ്ലസ്. സോ നമുക്ക് കിട്ടി -6 + 8. അല്ലടാ ഗുണിക്കുമ്പോൾ -48, കൂട്ടുമ്പോൾ +2. അപ്പൊ എന്താണ് കൂടാ? x - 6 × x + 8. ഇതിന്റെ അർത്ഥം എന്തുവാടാ? ഇത് രണ്ടും ഈക്വൽ ടു 0 ഉണ്ട്. പറഞ്ഞു പോരുത്. ഒന്നില് x - 6 = 0 ഓർ അല്ലെങ്കിൽ എന്താണ്? x + 8 = 0. ഇതെന്താ കൂടാ? x = 6 ഓർ x = -8. എടാ നോക്കിയടാ നിങ്ങൾ. എടാ നമ്മൾ നോക്കാൻ നേരത്ത് എടാ ഏതെങ്കിലും സമചതുരത്തിന്റെ അല്ലെങ്കിൽ ദീർഘചതുരത്തിന്റെ ഏതെങ്കിലും രൂപങ്ങളുടെയോ മെഷർമെന്റ് നെഗറ്റീവ് ആകാറുണ്ടോ? ഇല്ല. സോ എക്സിന്റെ വില എന്തായിട്ട് പിക്ക് ചെയ്യുക? 6.
സോ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 6. ലെങ്ത് എന്താണ്? എക്സ് പ്ലസ് 2. എക്സിന് വരെ എന്താ കൊടുക്കുക? 6+2 എത്രയാടാ? 8 മീറ്റർ. കിട്ടിയോ? കിട്ടി. ഇനിയിപ്പോൾ ചിലവർ വിചാരിക്കും എൻ്റെ പൊന്ന് ചേട്ടാ നമുക്കിതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇക്വേഷനകത്ത് ചെയ്യണം. എടാ ചെയ്തോടാ, ഇക്വേഷൻ എഴുതിക്കോ. നിങ്ങൾക്ക് എന്താ ചെയ്യുന്നതിന്? x² + 2x - 48 0. എടാ എയുടെ വില എന്താണ്? +1 x² കൂടെ ഉള്ളത്. എടാ ബിയുടെ വില എത്രടാ? 2. എടാ സിയുടെ വില എത്രടാ? -48. എടാ ഇത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. നമുക്ക് 2 സ്റ്റെപ്പിൽ തീരും. ഇത് നമ്മൾ കുറച്ചൊക്കെ മൾട്ടിപ്ലൈയൊക്കെ മാറ്റണം. അങ്ങനെ കുറച്ച് എന്തായാലും നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. എടാ നോക്കടാ, ഇനി നമ്മൾ എക്സിൻ്റെ വില കാണാം. x = -b ± √b² - 4ac എന്താ കിട്ടൂടാ? 2a. എടാ -bക്ക് വരെ -2 ± √b² വരെ 2 4. 4 × a എന്ന് വെച്ചാൽ 1 48. എടാ ഓക്കെ ആണോടാ? എടാ ഓക്കെ ആണോ? ബൈ 2 × a. 2 × aക്ക് വരെ 1 -2 ± എടാ 4. എടാ ഈ മൈനസ് ഇവിടെ 4ac ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. എന്താണ് 48 × 4? 48 × 4 എത്രടാ? 48 × 4 ഗുണിച്ച് നോക്കടാ. 48 × 4 നമുക്ക് 196 വരും. അല്ലേടാ? സംശയം ഉണ്ടെങ്കിൽ ഗുണിച്ച് നോക്കിയാൽ 48 × 4 192 വരും. 4 ചെയ്ത് നോക്കിയാൽ 192 വരും. ബൈ എന്താടാ? 2. എടാ നോക്കടാ, -2 ± √196/2. എൻ്റെ മക്കളെ 196 എന്ന് വെച്ചാൽ എന്തിൻ്റെ റൂട്ടാടാ? 196 എന്ന് വെച്ച് കഴിഞ്ഞാൽ 14ൻ്റെ ആണ്. സോ x = -2 ± 14/2. ഇതിന് 2 വിലയുണ്ട്. ഒന്നുകിൽ എന്താണ്? x = -2 + 14/2 ഓർ എന്താണ്? x = -2 - 14/2. എടാ നോക്കടാ, അത് എത്ര കിട്ടും? -2 + 14 അപ്പോൾ എത്ര കിട്ടൂടാ? 12/2 = എത്ര കിട്ടും? 6. അല്ലെങ്കിൽ എന്താ കിട്ടൂടാ? x = നോക്കടാ മക്കളെ, -16/2 x = എത്ര കിട്ടൂടാ? -8. നമ്മളെ ഈ വില തന്നെയല്ലേ കിട്ടിയത്. ഏറ്റവും എളുപ്പം ഏതാണോ ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നമുക്കിത് ചെയ്യണമെങ്കിൽ ഈ x² കൂടെ കിടക്കുന്നതിൻ്റെ വില എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. ഈ x² കൂടെ കിടക്കുന്നതൊക്കെ വലിയ വിലയുണ്ട്. ചുമ്മാ ഇടിച്ചു കയറിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. x² കൂടെ കിടക്കുന്ന ആളെ വെച്ച് 2 3 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്കിനിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എടാ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. എടാ 202-ാമത്തെ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാടാ പറയുന്നത്? കിണ്ണം കാച്ചിയത് കിണ്ണം ക്വസ്റ്റ്യൻ, കിടിലൻ ചോദ്യമാണ്. One side of a right triangle is 1 centimeter less than the twice of the length. എടാ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്? And the other side perpendicular to do it. And the hypotenuse is 1 centimeter more than the twice of this side. What is the length of the sides of triangle? ഞാൻ ഈ വായിച്ചത് പോലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കാണത്തില്ല. എടാ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 3 കാര്യങ്ങളാണ് ഉള്ളത് മട്ടത്രികോണത്തിൽ. ഒരുത്തൻ ബേസ് ഉണ്ടല്ലേടാ, ഇതൊരുത്തൻ ഹൈപ്പോട്ടിന്യൂസ് ഉണ്ടല്ലേടാ, ഒരുത്തൻ എന്താണ് ഓറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേടാ, ഒരുത്തൻ ലംബമുണ്ട്, ഒരുത്തൻ പാദമുണ്ട്, ഒരുത്തൻ നമ്മുടെ എന്താണോടാ മഹാഭാരതത്തിലെ കർണന്റെ പേര് എന്താടാ? കർണമുണ്ട്. ഓക്കെ ആണല്ലോടാ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വശത്തിന്റെ ആ വശം ഏതാണ്? നമ്മളിവിടെ പറഞ്ഞ 2 വശങ്ങളെ സംബന്ധിച്ച്. അപ്പൊ ബേസ് നമുക്ക് എന്താ കൊടുക്കാം? x ആയിട്ട് കൊടുക്കാം. ബേസ് x. ലംബവശം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് ഈ ബേസ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയുന്നില്ല, നമ്മൾ ചിന്തിച്ചെടുക്കുകയാണ്. മറ്റൊരു വശമൊന്നുമില്ല. കാരണം കർണത്തെ പറ്റിയും ലംബത്തെ പറ്റിയും പറയുന്നുണ്ട്, ഹൈപ്പോട്ടന്യൂസിനെയും ആറ്റിറ്റ്യൂഡിനെയും പറ്റി സംബന്ധിച്ച് പറയുന്നുണ്ട് അല്ലേ. ആറ്റിറ്റ്യൂഡിൽ നമ്മൾ അവർ എന്താ പറയുക? പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം ബേസ് x ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയാടാ മക്കളെ? ഈ ബേസിന്റെ 2 മടങ്ങിനേക്കാൾ 1 കുറവാണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എത്രയാടാ? 2 മടങ്ങിനേക്കാൾ 1 കൂടുതൽ. നമുക്ക് പ്രധാനപ്പെട്ട ടീമുകളെ കിട്ടി. ഇനി നമ്മൾ ഇത് ഓരോന്നും കണ്ടുപിടിക്കണം. നമ്മളതിനെ ആദ്യം എന്ത് ചെയ്യും? നമ്മളെ പ്രിയപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഏതൊരു സാറിന്റെ മഹത്തായ ഒരു സാറിന്റെ ഇക്വേഷൻ. ഏത് സാറാ? പൈതഗോറസ് സാറിന്റെ ഇക്വേഷൻ. എന്തുവാടാ?
നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എന്തോടാ ഇംഗ്ലീഷിൽ അല്ല മലയാളത്തിൽ എന്താ പറയടാ? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. എന്താടാ കർണം സ്ക്വയർ? 2x plus 1 the whole square. എന്താടാ ബേസ് സ്ക്വയർ? x സ്ക്വയർ. എന്താ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ? 2x minus the whole 1 the whole square. എടാ ഇത് a plus b the whole square ആണ്. എന്ന് വെച്ചാൽ a square plus 2ab plus b square. a square എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലവന്മാർ 2x square എന്ന് എഴുതി വയ്ക്കും. തെറ്റാത്. 2x square എഴുതരുത്. ഒരു സ്റ്റെപ്പിൽ 2x the whole square. ഓക്കെ. പ്ലസ് 2 ഇൻറ്റു എ ബി. എക്ക് വരെ 2x, ബിക്ക് വരെ 1 പ്ലസ് ബി സ്ക്വയർ അതിന് വരെ 1 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ അതേ കണക്ക് തന്നെ 2x the whole square മൈനസ് 2x2 ഇൻറ്റു മൈനസ് 2ab ആണ്. അപ്പോൾ എന്താ പറയുക? മൈനസ് 2 ഇൻറ്റു 2x ഇൻറ്റു എത്ര കിട്ടും? 1 പ്ലസ് 1ൻ്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ മക്കളെ? എടാ 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1. ഇവിടെ എന്താ പറയും? എക്സ് സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. എടാ സമത്തിനപ്പുറം ഈക്വൽ ഉള്ള ഏതെങ്കിലും ചേട്ടന്മാരോ ചേച്ചിമാരോ ഉണ്ടെങ്കിൽ തട്ടിക്കളയടാ. അതാണ് ഇവിടെ 4x സ്ക്വയർ ഉണ്ട് വെട്ടി, ഇവിടെ ഒരു 4x സ്ക്വയർ ഉണ്ട് വെട്ടി, ഇതാ പ്ലസ് 1 ഉണ്ട് വെട്ടി, ഇതാ ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട് വെട്ടി. അതിലോ 4x ഉണ്ട്, പറ്റത്തില്ലടാ. ഇവിടെ പ്ലസ് 4x അവിടെ എന്തുവാടാ? മൈനസ് 4x വെട്ടാൻ പറ്റുമോ? ഇല്ല. എന്താ ചെയ്യും? ഇതാണ് ഈ 4x ഇവിടെ കൊണ്ടുവരിക. ഓൾറെഡി ഇവിടെ എന്താ ഉണ്ടാ? എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് 4x ഉണ്ട്. എടാ ഈ പ്ലസ് 4x അവിടെ കൊണ്ടുവരുമ്പോൾ എന്താ? മൈനസ് 4x. ഇവിടെ പിന്നെ വല്ലവന്മാരും ഉണ്ടോടാ? 0 കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് സ്ക്വയർ വേണമെങ്കിൽ ഇപ്പുറം എഴുതാം. മൈനസ് 4x മൈനസ് 4x മൈനസ് 8x ഈസ് ഈക്വൽ ടു 0. എടാ ഇതും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതിന്റെ വാല്യൂ നമുക്ക് കാണാം. എക്സ് സ്ക്വയറിന്റെ വില എത്രയാണ്? 1 ആണ്. ഇതിന്റെ വില നമുക്ക് വേണമെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4yc/2 ആയിട്ട് ചെയ്യാം. കാരണം എയുടെ വില എത്രയാണ്? 1 ആണ്. ബിയുടെ വില എത്രയാണ്? -8 ആണ്. സിയുടെ വില സി വല്ലതും ഉണ്ടോടോ? ഇല്ല. അപ്പോൾ സി കൊടുക്കാം, 0 കൊടുക്കാം. അതിനായിട്ട് നമുക്ക് എളുപ്പമൊരു മെത്തേഡ് ചെയ്യാം. നമ്മൾ എക്സിനെ കോമൺ എടുക്കാം. അപ്പോൾ എക്സിനെ കോമൺ എടുക്കുമ്പോൾ ഇവിടെ എന്താവും? എക്സ് മൈനസ് 8 എന്ന് വരും. ആ എക്സിനെ കോമൺ എടുക്കാന്ന് വെച്ചാൽ തിരിച്ചോട്ട് അകത്തിട്ട് ഗുണിച്ചാൽ ഇത് തന്നെ വരണം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു -8 -8x. ഇതിന്റെ അർത്ഥം എന്താ? ഒന്നിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് ഈസ് ഈക്വൽ 0 ആവത്തില്ല. സോ നമുക്ക് ഇത് എടുക്കാം. എക്സ് മൈനസ് 8 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ എത്രയാടാ? 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേസ് കിട്ടി. എഴുതുക 8. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കിട്ടിയത് ഓൾട്ടിറ്റ്യൂഡ് 2x മൈനസ് 1 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 8 മൈനസ് 1 എത്ര കിട്ടിയടാ? 15. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം കിട്ടി. എന്താണ്? 2x പ്ലസ് 1 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 8 പ്ലസ് 1 എത്രടാ? 17. ചെക്ക് ചെയ്തടാ ശരിയാണോ എന്ന്. 17ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 17ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 15ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. എത്ര കിട്ടൂടാ? 289 ഇസ് ഈക്വൽ ടു 225 പ്ലസ് 64 എത്ര തന്നെ കിട്ടും? 289 ഇസ് ഈക്വൽ ടു 289. നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല, ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ആ സെറ്റ് അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേ?